കഴിഞ്ഞ വർഷം 2025 നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പല ഏജൻസിയിൽ നിന്ന് നമ്മുടെ നമ്പർ കിട്ടും അവർക്ക്. അപ്പോൾ പല ഏജൻസിയിൽ നിന്നും വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം കുട്ടീനെ പഠിപ്പിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലായിരുന്നു. പിന്നെ എനിക്കും ഒരു അസുഖമൊക്കെ വന്ന്, തൈറോയ്ഡ് ക്യാൻസറൊക്കെ വന്ന്, ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ് പല ഏജൻസിക്കാരും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അവസ്ഥകൾ ഞാൻ പറയുന്നുണ്ട്. പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ലോൺ വെക്കാൻ പ്രോപ്പർട്ടി ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ICD എന്ന് പറയുന്ന ഒരു ഏജൻസി നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അവരോടും നമ്മൾ മറ്റേ ഏജൻസിക്കാരോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പിന്നെ ലോൺ എടുക്കാൻ പ്രോപ്പർട്ടിയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവർ സാലറി സർട്ടിഫിക്കറ്റിൽ ലോൺ കൊടുക്കും എന്ന് പറഞ്ഞു. 10,000 രൂപയുടെ സാലറി സർട്ടിഫിക്കറ്റ് മതി. ഇവർ ബാങ്ക് ഓഫ് ബറോഡയായിട്ടും പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ ലോൺ എടുത്ത് കൊടുക്കാറുണ്ട് പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് 21 ലക്ഷം, കഷ്ടി 21 ലക്ഷം രൂപ, അതായത് 20,75,000 സംതിങ് ആണ് ഇവർ തന്നേക്കണത്. അപ്പം അതിൽ പഠിത്തം തീരും എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ 21 ലക്ഷം രൂപയ്ക്ക് പഠിത്തം തീരുമെങ്കിൽ 6 വർഷം കൊണ്ട് നമുക്കൊന്ന് വേറെ ഒന്നും ചിലവാക്കണ്ടേ ഈ കുട്ടിക്ക് വേണ്ടി. ബാക്കിയെല്ലാം പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് മാത്രമാണ് ഇവർ നമ്മളോട് കയ്യിൽ നിന്ന് ഇടാൻ പറഞ്ഞത്. അല്ലാണ്ട് ബാക്കി ഒന്നും നമുക്ക് വേറെ ഈ കുട്ടിക്ക് വേണ്ടി ചിലവാക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് ഈ കുട്ടി ലോൺ അടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടക്കാമല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഇപ്പം ഇവർ പറഞ്ഞു 5 ലക്ഷം രൂപ മതി, 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ രൂപ യൂണിവേഴ്സിറ്റിക്ക് ആകുന്ന പൈസകൾ അത്രയും ലോൺ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് തരും. അപ്പം നിങ്ങൾ എവിടെന്നെങ്കിലും കടം മേടിച്ചാലും നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ തിരിച്ചടക്കാൻ പറ്റും. ലോൺ കിട്ടുമ്പോൾ പൈസ യൂണിവേഴ്സിറ്റിയുടെ അടച്ച പൈസ ബാങ്കുകാർ തരും. അപ്പം നിങ്ങൾക്ക് പൈസ ആ കടം വീട്ടാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ICDയിൽ പോയി ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ട് സംസാരിച്ച്, മാനേജറാണെന്ന് പറയുന്നത്, അയാളുമായിട്ട് നേരിട്ട് സംസാരിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇത് പബ്ലിക് ബാങ്ക് ആണോ എന്ന് വെച്ചപ്പോൾ അതെ പബ്ലിക് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ പലിശ കുറേ ആകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, 6.5% മുതൽ 9% പലിശ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് സമ്മതിച്ചുകൊണ്ട് പോന്നു. ജൂലൈ 17-ാം തീയതി എൻ്റെ കുട്ടിക്ക് ആദ്യത്തെ ഇൻവിറ്റേഷൻ വന്നു. ആ ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഉടനെ നമ്മളെ കൊണ്ട് 85,000 രൂപ അവിടെ അടപ്പിച്ചു. ICDയുടെ അക്കൗണ്ടിലേക്ക് 85,000 രൂപ അടപ്പിച്ചു. പിന്നെ നമ്മളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതെന്തിനാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഞാൻ PDF അയച്ചാൽ പോരെന്ന് പറഞ്ഞു. ഇല്ല, അത് പറ്റില്ല, വിസയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് ഡൽഹിക്ക് അയച്ച് അത് അപ്പോൾ ഇത് എടുക്കേണ്ടതാണ്, അതുകൊണ്ട് പിന്നെ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. കടവന്ത്രയിലെ ഓഫീസിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഓഫീസ് കടവന്ത്രയിലുണ്ട്, തിരുവനന്തപുരത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ദിവസം എടുക്കും, എത്ര ദിവസം കൊണ്ട് എനിക്കത് തിരിച്ചു തരും എന്ന് പറഞ്ഞു. നമ്മൾ എമർജൻസി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം 15 ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ 1st വീക്കിൽ കയറാം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പോകാം, സെപ്റ്റംബർ 1st വീക്ക് ആകുമ്പോൾ കൊച്ചിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 24-ാം തീയതിയാണ് ഞാൻ ഈ 85,000 രൂപ കൊടുക്കുന്നതും പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങി, സർട്ടിഫിക്കറ്റ് ചോദിച്ചു തുടങ്ങി, തന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അല്ല, അത് വന്നിട്ടില്ല, അത് ഡൽഹിയിലാണ്, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവർ ഇത് അപ്പോൾ ഒന്നും അയച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായത്. അവർ വെറുതെ അവിടെ വെച്ചേക്കുകയായിരുന്നു, ഇത് അയച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓഗസ്റ്റ് 2nd വീക്ക് ആയപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ഇവര് പർച്ചേസ് ചെയ്യിപ്പിച്ചു. ഞാനൊരു 2.5 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത്. കാരണം പിന്നെ എന്താ പറയാ, അവിടെ ഉടുക്കുന്ന ഉടുപ്പുകൾ, പിന്നെ ബ്ലാങ്കറ്റ്സ്, ഈ ഡോക്ടേഴ്സ് കോട്ട്, പിന്നെ ലാപ്ടോപ്പ്, അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു 1.5 വർഷം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്ത്, സോപ്പ്, പിന്നെ അങ്ങനെ എല്ലാം ഓരോന്നും നമ്മൾ അറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും പർച്ചേസ് ചെയ്ത് വെച്ചു. അതെന്ന് ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. 1st വീക്കിൽ പോകാതാണ് ഇവർ പറഞ്ഞേക്കണത്. പിന്നെ ഇവർ ഒന്നും അനങ്ങിയിട്ടില്ല. ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ എന്നോട് പറഞ്ഞു 2 ലക്ഷം രൂപ അടക്കാൻ പറഞ്ഞു, പെട്ടെന്ന് അടക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ അപ്പൊ നമ്മൾ 5 ലക്ഷം കരുതി വെച്ചേക്കണല്ലോ, പൈസ ഉണ്ട് കയ്യിൽ. അപ്പൊ നമ്മൾ വേഗം 29-ാം തീയതി നമ്മൾ 50,000 രൂപ ഇട്ടു. അത് ഒരുമിച്ച് നമുക്ക് അടക്കാൻ പറ്റുന്നില്ല ഗൂഗിൾ പേ വഴി. അപ്പൊ 50,000 രൂപ ആദ്യം ഇട്ട് 29-ാം തീയതി. 30-ാം തീയതി 1,48,000 രൂപ ഞാൻ അതായത് $2,000 എന്നാണ് പറഞ്ഞത് നമ്മളോട്. അപ്പൊ നമ്മൾ ആ പൈസയാണ് അടക്കുന്നത്. അത് ഐസിഡിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടു 30-ാം തീയതി. സെപ്റ്റംബർ 1-ാം തീയതി നമുക്ക് ഇന്റർവ്യൂ വന്നു, യൂണിവേഴ്സിറ്റിയുടെ ഇന്റർവ്യൂ വന്നു. അത് കഴിഞ്ഞപ്പോൾ 3-ാം തീയതി നമുക്ക് അഡ്മിഷൻ ലെറ്റർ വന്നു. പിന്നെ അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം പിന്നെ ഒരു അനക്കമേ ഉണ്ടായിട്ടില്ല. സെപ്റ്റംബർ 3-ന് അഡ്മിഷൻ ലെറ്റർ വന്നിട്ട് പിന്നെ അനക്കം ഉണ്ടായിട്ടില്ല. പിന്നെ വന്നപ്പോ സെപ്റ്റംബറിൽ പോകുമെന്ന് പറഞ്ഞ കുട്ടി നമ്മളെല്ലാരോടും പറഞ്ഞ് സെപ്റ്റംബറിൽ പോകുന്നു. അപ്പോൾ ഒരു അനക്കവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവര് തരുന്നത് ഒക്ടോബർ 27-ാം തീയതി വീണ്ടും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു, അതായത് ഓഫർ ലെറ്റർ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. കാരണം അഡ്മിഷൻ ലെറ്റർ സെപ്റ്റംബർ 3-ാം തീയതി തന്നിട്ട് പിന്നെ 27/10 വീണ്ടും ഒരു ഇത് തരികയാണ് നമുക്ക്, എന്നിട്ട് ഇൻവിറ്റേഷൻ. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ നമ്മളോട് $2,200 യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് അടക്കാൻ പറഞ്ഞു, ഫസ്റ്റ് സെമസ്റ്റർ ഫീസ്. അപ്പൊ നമ്മൾ അത് യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് സെമസ്റ്റർ ഫീ ഈ ഒക്ടോബർ ലാസ്റ്റോട് കൂടിയൊക്കെ നമ്മൾ അടക്കുകയാണ്. അതായത് ഈ ഇൻവിറ്റേഷൻ വന്നതിനൊക്കെ ശേഷം നമ്മൾ അടക്കുകയാണ്. അവിടെ അടച്ചു കഴിഞ്ഞിട്ട് നവംബർ 4-ാം തീയതിയിലേക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ വെച്ച്. അപ്പൊ 15 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് അത്രയും നേരമായിട്ടും തന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും വന്നിട്ടില്ല, ഡൽഹിയിൽ നിന്ന് വന്നിട്ടില്ല എന്നാ പറയണത്. അവര് പിന്നെ എനിക്ക് തരുന്നത് എന്റെ ഇന്റർവ്യൂവിന്, അതായത് ഈ 4-ാം തീയതി ഇന്റർവ്യൂ ആണ്, അതിന് തൊട്ട് മുന്നിലായിട്ടാണ്. അതായത് നവംബർ 4-ാം തീയതി ഫസ്റ്റ് വിസ ഇന്റർവ്യൂ ആണ്, അതിന് തൊട്ട് മുന്നിലായിട്ടാണ് ഇവര് നമുക്ക് ഇത് തരുന്നത്. അപ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ അഡ്മിഷനും ക്ലോസ് ആയി. ഓർക്കണം, ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇവര് പിടിച്ചു വെച്ചത്. അത്രയും സമയം ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചു. എന്നിട്ട് ഇവിടുത്തെ അഡ്മിഷന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ചിലപ്പോൾ ഒക്ടോബർ വരെ, ചില കോഴ്സിൽ ഒക്ടോബർ പകുതി വരെയൊക്കെയാണ് നമുക്ക് ഇതുള്ളത്, അഡ്മിഷൻ ടൈം ഉള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ എൻ്റെ കുഞ്ഞിന്റെ 1 വർഷം കളഞ്ഞ്, ഇന്ത്യയിലെ 1 വർഷവും കളഞ്ഞ്. മനസ്സിലായോ? ഇവരിത് നമ്മൾക്ക് തന്നില്ല. ഇവര് തന്നില്ലായിരുന്നെങ്കിൽ ഇത് വൈകുന്നതെങ്കിലും വിചാരിച്ച് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും എടുത്തു പോയാനെ. അതും നടന്നില്ല. അവസാനം 4-ാം തീയതി അവിടെ ചെന്നപ്പോൾ നമ്മളുടെ കൊടുത്ത ഡോക്യുമെന്റ്സ് ഇവര് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരിന്റെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു. I എന്നുള്ളത് Y ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിസ ഇന്റർവ്യൂ റിജക്റ്റ് ആയപ്പോൾ നമ്മൾ 1 and same എടുത്ത്. അപ്പൊ തന്നെ അന്ന് തന്നെ പോയി 1 and same എടുത്ത് പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ ICD കൊണ്ടേ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഡൽഹിക്ക് അയക്കുകയാണ്. ഡൽഹിക്ക് അയച്ചു കഴിഞ്ഞ് പിന്നെ വിസ ഇന്റർവ്യൂ 12-ാം തീയതി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വരാൻ പറ്റും, നമുക്ക് കിട്ടും, പോസ്റ്റൽ ചെയ്ത് കിട്ടും എന്ന് അന്നേരം എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവര് അന്ന് ജൂലൈയിൽ ഈ കുട്ടിക്ക് നമ്മൾ ഇൻവിറ്റേഷൻ വന്നപ്പോ മുതൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ കയറി പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ ആദ്യത്തെ ഇൻവിറ്റേഷനിൽ $4,000 എന്നും പറഞ്ഞു വന്നു, 6 വർഷത്തേക്കെന്നും പറഞ്ഞ് കാണിച്ചപ്പോ നമ്മൾ ചോദിച്ചു, എന്താണ് ഇത് 6 വർഷത്തേക്കും 4,000 എന്ന് പറയണത് എന്താണ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അത് പിന്നെ അതങ്ങനെ ഇടുന്നതാണ്, യൂണിവേഴ്സിറ്റി അങ്ങനെ ഇടുന്നതാണ്. കാരണം നമ്മൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പൈസ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഒരു അഫിഡാവിറ്റ് നമ്മളെ കൊണ്ട് റെഡിയാക്കിപ്പിച്ച്, അതായത് സ്പോൺസർ ആയിട്ട് അപ്പോഴും നമ്മൾ ചോദിച്ചു, ഇത് ബാങ്ക് അല്ലേ, ലോൺ എന്ന് പറയുമ്പോൾ ബാങ്ക് യൂണിവേഴ്സിറ്റിയും കൂടി അല്ലേ, അവരല്ലേ ഫീസ് കൊടുക്കുന്നതൊക്കെ. ഇല്ല, അത് അങ്ങനെ പറ്റൂല, ഒരു സ്പോൺസറെ കൊടുത്താലേ യൂണിവേഴ്സിറ്റി നമുക്ക് അഡ്മിഷൻ റെഡിയാക്കി തരുള്ളൂ, അഡ്മിഷൻ റെഡി ആയാൽ മാത്രമേ ബാങ്ക് ലോൺ ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഇതിനു മുന്നിൽ അവർ മേടിച്ചു നമ്മളോട്. എന്നിട്ട് പറഞ്ഞു വെരിഫൈ, നമ്മൾ ചോദിച്ചു എന്തായെന്ന് ചോദിക്കുമ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണാണ്. അപ്പൊ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ലോൺ കിട്ടും കേട്ടോ എന്ന് നമ്മളോട്
ഇവര് പറഞ്ഞു. അതിന്റെ വോയിസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ അതിന്റെ വോയിസ് എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ ലോൺ കിട്ടുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പൊ ലോൺ കിട്ടുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഇൻവിറ്റേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. അതായത് ഓഫർ ലെറ്റർ വരുന്നത് ജൂലൈ 17-ാം തീയതി. അപ്പം ജൂലൈ 17-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇവര് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്ത് ലോൺ കിട്ടും, സാലറി സർട്ടിഫിക്കറ്റിൽ ലോൺ കിട്ടും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ 12-ാം തീയതി വിസ ഇന്റർവ്യൂ വന്ന്, ഈ ഒരാഴ്ച കൊണ്ട് ഡൽഹിയിൽ നിന്ന് സർട്ടിഫിക്കറ്റും വന്ന് വിസ ഇന്റർവ്യൂ 12-ാം തീയതി കഴിഞ്ഞു. 12-ാം തീയതി കഴിഞ്ഞിട്ട് 24-ാം തീയതി എനിക്ക് ഇവരൊരു വോയിസ് ഇട്ട് എന്തെന്ന് പറഞ്ഞാണ്, പെട്ടെന്ന് $1000 അടക്കണം, 2 ദിവസത്തിനുള്ളിൽ അടക്കണം. അത് ലാബ് ഫീ, ബിൽഡിംഗ് ഫണ്ട്, ലൈബ്രറി, അത് യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ളതാണ്, പെട്ടെന്ന് അടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 5 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പൈസ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് തരാനായിട്ട്. അത് തന്നെ കടം മേടിച്ച് വന്നേക്കണ സാധനമാണ്. ഇനിയും ചോദിക്കുമ്പോൾ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ അത് അടക്കേണ്ടതാണ്, അങ്ങോട്ട് പോണതിന് മുമ്പ് അടക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതും കടം മേടിച്ച് ഈ 1 ലക്ഷം രൂപയോളം ഏകദേശം, അതായത് $1000 നമ്മൾ കൊടുത്തു. പക്ഷേ അത് ഇപ്പോഴും അവര് ആ യൂണിവേഴ്സിറ്റിക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പൈസ ഇപ്പോഴും അടച്ചിട്ടില്ല. നമ്മള് ഈ പിന്നെ സെമസ്റ്റർ ഫീസ് അടച്ച പൈസ അല്ലാതെ, നമ്മൾ നേരിട്ട് അടച്ച പൈസ അല്ലാതെ ICD മേടിച്ച ഈ 1 ലക്ഷം രൂപ ഇപ്പോഴും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ നമ്മൾ ഇതെല്ലാം വിസ വരാനായിട്ട് നമുക്ക് സമയം 4 മാസം എടുത്ത്. നവംബർ 12-നായിരുന്നു വിസ ഇന്റർവ്യൂ, മാർച്ച് 11-നായിരുന്നു വിസ വന്നത്. അതായത് ഡിസംബർ മാസം 1 മന്ത് എന്തായാലും എല്ലാ എംബസിയൊക്കെ അടക്കുമല്ലോ, എബ്രോഡുള്ള എംബസിയൊക്കെ അടക്കും. അപ്പോൾ ജോർജിയൻ എംബസി അടഞ്ഞ് കിടക്കായിരുന്നു ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് എന്നിട്ടും നമുക്ക് ഇവരിൽ നിന്ന് ഒരു മറുപടിയോ ഒരു വിവരവും നമുക്ക് കിട്ടാഞ്ഞിട്ട് വേറെ ഏജൻസിയിൽ, ഇപ്പൊ ഏഞ്ചൽ സോറ, പാട്രിക്സ്, അതേപോലെയുള്ള ഏജൻസികളിൽ വിളിച്ചിട്ടാണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. അവിടുത്തെ സാറുമാരാണ് നമ്മളോട് വിഷമിക്കണ്ട കേട്ടോ, അതിപ്പോ ഇത് എംബസി അടച്ചത് കൊണ്ടുള്ള ഡിലേ ആണ്, അപ്പൊ ഇത്ര വരെയൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏജൻസിക്കാര്, അപ്പൊ അവര് മെയിൽ അയക്കുന്ന എംബസിക്ക്, അപ്പൊ നമ്മളോടും പറയുന്നവര് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ICD-കാരോട് പറയുന്ന പിള്ളേരോടൊക്കെ അയക്കുന്നത്, അങ്ങനെയൊക്കെ മറ്റ് ഏജൻസിക്കാരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആള് ആ സമയത്തൊന്നും നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. കാരണം അയാൾക്കറിയാം നമ്മൾ വിളിക്കുന്നത് ഈ വിസ എന്താണ് കിട്ടാത്തത് എന്നുള്ള ഇതിലാണ്. കാരണം സെപ്റ്റംബറിൽ പോകുമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിറ്റേ മാർച്ച് ആയിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിനാണ് നമ്മൾ വിളിക്കുന്നതെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഫോൺ എടുക്കൂല. ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആള് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. അത് ഫോൺ റെക്കോർഡ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് ഈ ICD-കാരെല്ലാം വാട്സപ്പിൽ മാത്രമേ നമ്മളോട് സംസാരിക്കുള്ളൂ. ഇനി മറ്റേ ഏജൻസികൾ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അവസാനം ഈ നവംബർ മുതൽ മാർച്ച് വരെയുള്ള വിസ വന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിനു മുന്നിലും ഞാൻ ഈ ലോണിന്റെ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോൺ ബാങ്കിൽ പോയില്ലല്ലോ, അത് ശരിയാക്കാം, അത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്ന് അവസാനം വിസ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇവരുടെ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് അറിയുന്നു, ഏതോ ഒരു പാരന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവര് ആ കേസിൽ ഒളിവിലാണ്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. കീഴ്ക്കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. പിന്നെ ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് അവർ ശ്രമിക്കണം. അപ്പൊ അതുവരെയും ഇവര് ഒളിവിലാണ്. അപ്പൊ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിവർത്തിയില്ല, ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. വിസ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായ സംശയങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. പക്ഷെ അതൊന്നും നമുക്ക് തീർത്ത് കിട്ടുന്നില്ല, കാരണം സംസാരിക്കാൻ ഇവരെ കിട്ടുന്നില്ല. പകരം ഇവരൊരു നമ്പർ ഇട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതലുള്ള കാര്യങ്ങൾ ഈ നമ്പറിൽ ചെയ്താൽ മതി. നിങ്ങൾ പോകുമ്പോൾ 3.25 ലക്ഷം രൂപയോളം നിങ്ങളുടെ കയ്യിൽ വേണം. 350 രൂപ വീതം 6 മാസത്തെ ഹോസ്റ്റൽ ഫീയും, പിന്നെ $1000 യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള പൈസയും, പിന്നെ എയർ ടിക്കറ്റ്. അപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കണോണ്ട് ടിക്കറ്റ് ഫെയർ കൂടുതലായിരുന്നു. അപ്പൊ ടിക്കറ്റ് ഫെയറും പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം, അങ്ങനെ എല്ലാം കൂടി ഒരു 3.25 ലക്ഷം 3.5 ലക്ഷം രൂപ വേണം എന്നാണ് ഇവർ അന്നേരം ഇത് വന്നപ്പോ പറഞ്ഞത്. അപ്പം നമ്മളോട് 5 ലക്ഷം ഉണ്ടെങ്കിൽ പോകാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. $110 ആണ് ഇവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്താണ് 110? മറ്റുള്ള സ്ഥലത്തെല്ലാം പിന്നെ 350 ആണല്ലോ പറയുന്നത്, നിങ്ങൾ മാത്രം എന്താണ്
നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു കുട്ടായിസി എന്ന് പറയുന്ന സ്ഥലം അതൊരു കുഗ്രാമമാണ്. അപ്പൊ അവിടെ സാധനങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല. മറ്റേ ടൗൺ ആയതുകൊണ്ടാണ്, അങ്ങനെ സിറ്റി ആയതുകൊണ്ടാണ് വില കൂടുതൽ. ഇവിടെ അത്രയും വിലയൊന്നുമില്ല. പിന്നെ ICDയുടെ തന്നെ ഹോസ്റ്റലും മെസ്സുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം പിള്ളേരോട് മേടിക്കാറില്ല. പിന്നെ ഇപ്പൊ ഫീസ് തന്നെ കുറവ് വരുന്നത് ഞങ്ങൾക്ക് തരുന്ന കമ്മീഷനാണ് ഞങ്ങൾ പിള്ളേർക്ക് കുറച്ചു കൊടുക്കുന്നത്. കമ്മീഷൻ നമ്മൾ യൂണിവേഴ്സിറ്റിനോട് വേണ്ടെന്ന് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ച് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളാണ് ഇവരെല്ലാരോടും പറയുന്നത്. അങ്ങനെയാണ് ഇവർ 20 ലക്ഷം 21 ലക്ഷം ഇട്ട് ഇവര് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. അപ്പൊ ഈ 110 എന്നുള്ള സാധനം പെട്ടെന്ന് വിസ വന്നപ്പോ 350 അപ്പൊ തന്നെ നമ്മൾ വിഷമിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ആ കോർഡിനേറ്ററെ വിളിക്കണ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുമ്പോ സജി മാത്യു എന്നാണ് ആ സാറിന്റെ പേര്. ആ സാറിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വിവരം അറിയുന്ന എല്ലാ വർഷവും $4500 വെച്ച് കൊടുക്കണം. അല്ലാണ്ട് 6ാമത്തെ വർഷം ഫീസ് ഇല്ലെന്നല്ല. കാരണം ഇവരുടെ ഫീസ് സ്ട്രക്ചറിൽ 4ാമത്തെ വർഷം 2000, ആദ്യത്തെ 3 വർഷം 4000, 2ാമത്തെ വർഷം 3000, അല്ല 4ാമത്തെ വർഷം 3000, 5ാമത്തെ വർഷം 1000, 6ാമത്തെ വർഷം ഫീസേ ഇല്ലെന്നാണ്. പിന്നെ $110 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അങ്ങനെയൊക്കെയാണ് ഇവർ കണക്ക് തന്നേക്കണത്. പക്ഷെ എനിക്ക് ആദ്യം തന്ന ഇൻവിറ്റേഷനിൽ $4000 ആയിരുന്നു. രണ്ടാമത് തന്ന ഇൻവിറ്റേഷനിൽ അഡ്മിഷൻ ലെറ്ററിലൊക്കെ, അതായത് സമയങ്ങൾ കഴിഞ്ഞിട്ടുള്ളതിൽ 4500. അപ്പൊ തന്നെ 3 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്ന്. പിന്നെ ഇപ്പൊ കൊണ്ടുപോകേണ്ടത് 3.5 ലക്ഷം രൂപ. ഇതിനെ അന്വേഷിച്ചപ്പോ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ 21 ലക്ഷത്തിൽ തീരില്ല. 48 ലക്ഷം രൂപ എന്തായാലും വേണം. ഈ ഹോസ്റ്റൽ ഫീലാണ്. ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് മാറുമായിരിക്കും. പിന്നെ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് 6 മാസം അല്ലെ 1 വർഷം കഴിയുമ്പോഴേക്കും മാറുമായിരിക്കും. എന്നാൽ പോലും മാറാത്തവർക്ക് ഈ 350 രൂപ വെച്ചിട്ട് മാസം കൊടുക്കണം. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഈ 48 ലക്ഷം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ പോകാനേ സാധ്യത ഉള്ളത്. മനസ്സിലായോ? അപ്പൊ ആ സ്ഥാനത്താണ് ഇവർ 21 ലക്ഷത്തിൽ തീരുന്നും പറഞ്ഞ് മനഃപൂർവ്വം. ഇപ്പൊ ഈ ലോൺ ആണെങ്കിലും അവരുടെ നമുക്ക് തന്നേക്കണ ഡോക്യുമെന്റ്സ് ഫോർ ലോൺ എന്നും പറഞ്ഞ് തന്നേക്കണ ഡീറ്റെയിൽസിൽ സാലറി അതായത് കൊലാട്രൽ എന്നിട്ടിട്ട് സ്ലാഷ് ഇട്ടിട്ട് സാലറി സർട്ടിഫിക്കറ്റ്, അത് തന്നെ തെറ്റാണ്. കാരണം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഞാൻ തന്നെ ലാസ്റ്റ് ആയപ്പോൾ ഇവരെ കിട്ടാണ്ട് വന്നപ്പോൾ ഒരു 5-6 ബാങ്കിൽ പോയി ഞാൻ അന്വേഷിച്ചു സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് ലോൺ കിട്ടുമെന്ന്. അപ്പൊ അറിയാൻ കഴിഞ്ഞത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിലും നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എഡ്യൂക്കേഷണൽ ലോൺ ഇവിടെ ഇല്ല. പ്രോപ്പർട്ടി വെച്ചാൽ മാത്രമേ എഡ്യൂക്കേഷണൽ ലോൺ കിട്ടുള്ളൂ. അപ്പൊ ഇവര് തന്നേക്കുന്ന ഡീറ്റെയിൽസ് തെറ്റാണ് ശരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവര് പിള്ളേരെ പാരന്റ്സിനെയും വഞ്ചിക്കണത്. അതായത് നമ്മൾ മനഃപൂർവ്വം ചതിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ വഞ്ചിക്കുകയാണ് ഇവര് ചെയ്തേക്കണത്. ഈ ഫീസ് കുറച്ചു പറഞ്ഞും കിട്ടാത്ത ലോൺ കിട്ടുമെന്ന് പറഞ്ഞും പിന്നെ സർട്ടിഫിക്കറ്റ് നേരത്തെ മേടിച്ചു പിടിച്ചു വെച്ചും ഒക്കെ. അതായത് പിന്നെ പിള്ളേരെ വേറെ പോകാൻ ഇവര് സമ്മതിക്കുന്നില്ല. അതിലിപ്പോ എടുത്തിക്കളയണാണ് പിള്ളേരെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് എന്റെ കുഞ്ഞു മക്കളെ ഞാൻ നിങ്ങളോട് പറയാണ്, പാരന്റ്സിനോടും ഇനി വരാൻ പോണ പാരന്റ്സിനോടും ഇനി വരാൻ പോണ കുഞ്ഞുങ്ങളോടും പറയണം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ICD എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ നിങ്ങൾ സമീപിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സമീപിച്ചാൽ അവര് പറയുന്ന ഫീസ് അല്ല ഫീസ്. അവര് പറയുന്ന 21 ലക്ഷം രൂപയല്ല ഫീസ്. ഈ 48 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എന്നുള്ളതാണ് ഫീസ്. എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെൻസ്. ഫീസ് അല്ല, അക്കോമഡേഷനും ഫുഡും നമ്മളുടെ വിസ റിന്യൂവലും അങ്ങനെയുള്ള എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണെങ്കിലും 50 ലക്ഷത്തിന് മുകളിൽ പോകും. ദൈവത്തെ ഓർത്ത് ആരും ഈ ICD പറയണ കാര്യങ്ങൾ വിശ്വസിക്കരുത്. അവര് ചതിയന്മാരാണ്. കുറെ പേര് പെട്ടിട്ടുണ്ട്. പിന്നെ ചില പാരന്റ്സ് ഒക്കെ വിസ വന്നല്ലോ എന്ന് കരുതി വിട്ടവരുണ്ട്. അങ്ങനെ നമ്മളോട് സംസാരിച്ചവരുണ്ട്. എന്ത് ചെയ്യാം, വിസ വന്നു പോയില്ലേ, ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ വന്നത് തന്നെ അടുത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് വിട്ടവരുണ്ട്. പക്ഷെ എനിക്കത് പറ്റിയില്ല. കാരണം എനിക്ക് വീട് പോലും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ വിടാൻ പറ്റിയില്ല. കാരണം കുഴിയിലോട്ട് പോകും. എനിക്ക് പിന്നെ ആ കുഴിയിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവര് ലോൺ എടുത്ത് തന്നില്ലെങ്കിൽ പോലും 20 ലക്ഷം രൂപ എങ്ങനെയും ഉണ്ടാക്കാന്ന് വെച്ചാലും അതിന് തീരൂല എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിടാൻ പറ്റിയില്ല. അപ്പൊ അവന്റെ 1 വർഷമാണ് ഇവര് കളഞ്ഞെടുത്തത്. മാത്രമല്ല എൻ്റെ മോന്റെ മാനസിക നില തന്നെ തെറ്റുന്ന ഒരു അവസ്ഥയിലോട്ടെത്തി. കൗൺസിലിംഗ് ചെയ്യാൻ ഇപ്പൊ ഞാൻ ജൂൺ 1 മുതൽ എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞാൻ വന്നേക്കുകയാണ്. കാരണം ഒരു കുട്ടികളുടെ ഡോക്ടർ ആകുക എന്നുള്ളത് വലിയ ഡ്രീമാണ്. അതാണ് ഇവര് തകർത്തത്. കാരണം ഇവരത് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ വെറ്റിനറി എങ്കിലും എൻ്റെ കുട്ടിക്ക് കിട്ടിയാന്, അല്ലെങ്കിൽ ഈ വർഷത്തെ നീറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ വിസ 4 മാസം ആകുമെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്കറിയില്ല. ഇവര് പെട്ടെന്ന് വരും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
അതിനും പൈസ വേണം. അപ്പൊ അതിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ പോകാലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ഈ വർഷത്തെ നീറ്റ് എഴുതിയില്ല. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു വലിയ സ്വപ്നത്തെയാണ് ഇവര് ചവിട്ടി മെതിച്ചേക്കണത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര ഇതാണെങ്കിലും ഇവര് പറയണ വാക്കുകളൊന്നും വിശ്വസിക്കരുത്. ഈ ICD എന്ന് പറയുന്ന ഏജൻസി പറയണ എല്ലാരോടും അവര് ഫീസ് കുറച്ചാ പറയണ. കാരണം മറ്റുള്ള ഏജൻസിക്കാരെക്കാളും ഫീസ് കുറവ് പറഞ്ഞ് ആൾക്കാരെ ആകർഷിക്കണ ഒരു സിസ്റ്റമാണ് ഈ ICD എന്ന് പറയുന്ന ഏജൻസിയുടെ. അതുകൊണ്ട് ആരും വിശ്വസിക്കരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എല്ലാ കുട്ടികൾക്കും, ഇനി വരാൻ പോണ കുഞ്ഞുങ്ങൾക്കും പാരൻസിനോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത് ദയവ് ചെയ്ത് കേൾക്കണം, കാര്യത്തിലെടുക്കണം എല്ലാവരും കേട്ടോ. ആരും ചതിപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കണേണ്.